ആത്മാവേ പോ. റോഹി ജാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, റോഹി, റൂഹ്, ആത്മാവ്, ആത്മാവ് വെച്ചിട്ടാ കളിക്കുന്നേ. ഓക്കെ, അപ്പൊ റൂഹി ജാന് ആളാവാൻ വേണ്ടി, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് റിഫയെ കൊല്ലാൻ കാരണം ബെൻസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. ആരാണ് ബെൻസർ എന്നും ആരാണ് ഷംസുദ്ദീൻ എന്നൊക്കെ വ്യക്തമായിട്ട് ധാരണ കിട്ടി. എല്ലാവരോടും സംസാരിച്ചു. അതിൽ ഇവരെടുത്ത് പറയുന്ന പേരാണ് ഷംസുദ്ദീൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാളെ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഇട്ടതാ. അതിപ്പോ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക. ആള് ചാടിയിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം അല്ലെ. ചാടിയ ആളുടെ ശബ്ദവും ഈ പറയുന്ന റൂഹി ജാന്റെ ശബ്ദവും ഒക്കെ കാണണ്ടേ. ആരാ റൂഹി ജാൻ എന്ന് കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു. ഷംന കാസിമിന്റെ ചേച്ചിയാണ് ഇവര്. ഓക്കെ, ഇനി നേരെ വീട്ടിലോട്ട് കടക്കാം. ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് ഈ വിഷയം അവസാനിക്കും കേട്ടോ. നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും ഇവർ എന്തിനാണ് ഇത് കളിച്ചത് എന്നുള്ളത്. ഓക്കെ, അടുത്ത ആളെ കാണിച്ചത് ഷംസുദ്ദീനാണ്. ഷംസുദ്ദീന്റെ ശബ്ദം ഒന്ന് കേട്ടാലോ? കേൾക്കാം. ഞാൻ പറയുമ്പോ എന്തായാലും എന്റെ ഭാഗം ന്യായീകരിച്ചല്ലേ പറയുള്ളൂ. അതെ അതെ, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാനോ ഒന്നും ഇതാക്കാനോ നിൽക്കുന്നില്ല. എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ. ഞാന് 2023 ലാസ്റ്റിലാണ് നാട്ടിലേക്ക് വന്നത്. 2 ഇയറോളം നാട്ടിലുണ്ടായിരുന്നു. എന്റെ എല്ലാ ഇവിടത്തേക്കുള്ള ഡോക്യുമെന്റുകളൊക്കെ ചെയ്ത് ദുബായിൽ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, അപ്പൊ ഞാൻ എന്തായാലും ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോലീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ, അവരോട് ഞാൻ മറുപടി പറഞ്ഞോളൂ. ഞാൻ അറിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ അവര് പറഞ്ഞൊക്കെ നുണയാണെന്ന് ഉറപ്പല്ലേ? എനിക്കറിയാം കൃഷ്യ. ഞാൻ നിങ്ങളോട് അതായത് ഇതിന് ഇത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്നുള്ള ഞാൻ അറിയില്ല. ഇത് കേരളത്തിൽ കത്തി നിൽക്കുക. ബെൻസറിനോട് ചോദിച്ചപ്പോ ബെൻസറിന് എന്നെ അറിയുമെന്നുള്ളത്. ഓക്കെ, ആളാണ് ഷംസുദ്ദീൻ. ഷംസുദ്ദീന് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇവര് പറഞ്ഞ നുണയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയാണ്. വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നും ആള് തരുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ മാത്രം ചെയ്യുന്നുള്ളൂ. എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം, അറിഞ്ഞു വെക്കുള്ളൂ. കാരണം റിഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൽ മെഹനാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കളിക്കുകയാണോ എന്ന് അറിയണം. റൂഹി ജാൻ ആരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് ചെയ്തതെന്നും കൂടി അറിയാനുണ്ട്. അതെന്താണെന്ന് ഈ ശബ്ദം കേൾക്കും മനസ്സിലാവും. ഈ പറഞ്ഞ ആ കുട്ടിയോ അല്ലെങ്കിൽ ആ കുട്ടിയോട് ബന്ധപ്പെട്ട അതായത് മേനാസും പിന്നെ 2-3 പേര് പറയുന്നില്ല, ഇവരാരായിട്ടും എനിക്ക് ഒരു ബന്ധമില്ല എന്നുള്ളത്. അത് ഞാൻ എവിടെ സത്യം ചെയ്യാണെങ്കിലും ഇപ്പൊ എനിക്കിപ്പോ സത്യമല്ലേ ചെയ്യാൻ പറ്റും. ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് എന്റെ മക്കളെ അടക്കം ഞാൻ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് ആരോട് കാതറിന്റെ അടുത്ത്. കാരണം നമുക്ക് ഒരിക്കലല്ലേ, എനിക്ക് 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികളെയും വെച്ച് ഞാൻ സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ബന്ധമില്ല എന്നുള്ളത്. അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിനൊക്കെ കാരണം ഇത് ഇത്രയും വലിയൊരു കേസായതുകൊണ്ട് ഇനി എന്താ ഹിപ്നോട്ടിസ് അങ്ങനെ എന്തൊക്കെ ചെയ്യലില്ലേ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്തോ, എന്തിനും ഞാൻ റെഡിയാണ്. കാരണം ഇതില് എനിക്ക് 100-1000% എനിക്ക് ഉറപ്പും. കാരണം ഞാൻ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കുട്ടി ആയിട്ട് ഇങ്ങനെ ഒരു, പിന്നെ പറഞ്ഞാൽ ഈ പറഞ്ഞ സ്മഗ്ലറും ഡീലറും മറ്റെന്ത് ഡ്രഗ്സും ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം. എനിക്ക് ഇത് എന്റെ കേട്ട് തടിവർക്കാണ് ഇങ്ങനത്തെ എല്ലാ പരിപാടി. ഇദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോ തന്നെ അത് ഏകദേശം മനസ്സിലായതാ. കാരണം അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അത്രക്കാരനല്ല, ഒരു ഉറുമിനെ പോലും നോവിക്കാത്ത ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഞാൻ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഷംസുദ്ദീനെ സംസാരിച്ചപ്പോൾ ഷംസുദ്ദീൻ സംസാരിക്കാൻ തയ്യാറായില്ല. ഒരു വീഡിയോ ചെയ്തപ്പോൾ ഷംസുദ്ദീൻ പുറത്ത് ചാടി, ഷംസുദ്ദീൻ സംസാരിച്ചു. അപ്പൊ ഷംസുദ്ദീൻ പറഞ്ഞ വാക്കാണ്, ബെൻസർ ഞാൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് അന്വേഷിക്കാം. ബെൻസറിന് ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് മറുപടി തന്നതാണിത്. എനിക്ക് വിളിച്ചു, ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചു. ഈ വിഷയത്തിൽ ഈ റൂഹി ജാനെ കണ്ടിട്ട് പോലുമില്ല ഇയാള്. ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ട് പോലുമില്ല ഇയാള്. പിന്നെ മരണപ്പെട്ട റിഫയെ അറിയുക പോലുമില്ല, മെഹനാസിനെ അറിയുകയില്ല, ഇവരൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറില്ല, അത് വിൽപ്പന നടത്താറില്ല, ഒരു സ്മഗ്ലിംഗ് ഞാൻ നടത്താറില്ല. അത് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അദ്ദേഹം അത്തരക്കാരനല്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി വെടുപ്പല്ല എന്നാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോഹിജാൻ പറഞ്ഞൊരു കാര്യമാണ്, ഷംസുദ്ദീൻ പറഞ്ഞു ബനീഷ മരിച്ചു എന്നുള്ളത്. ബനീഷയും ഞാൻ കോണ്ടാക്ട് ചെയ്തു. ബനീഷ പറയുന്നത് ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി പരിചയമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് റോഹിജാൻ അറിയില്ല, റിഫയെ അറിയില്ല, മെഹനാസിനെ അറിയില്ല, ബെൻസർബായിനെ അറിയാം. ബെൻസർബായിനെ അറിയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവര് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഷംസുദ്ദീന് ബെൻസറുമായി ഒരു ബന്ധമില്ല. ഓക്കെ, ഇനി കത്താത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ റോഹിജാൻ പറയുന്നത് റിഫയെ കൊന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതൊന്ന് കേൾക്കാം. ഈ പറഞ്ഞ എന്താ പറയാ, ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ സ്മഗ്ലിങ് അല്ലെങ്കിൽ ഈ കൊലപാതകമോ പഠിച്ചോ ഇങ്ങനത്തെ ഒന്നും ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല.
ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യൂല. ഓക്കെ, ഇതാണ് ബെൻസർ ഭായിയുടെ വാക്ക്. ബെൻസർ ഭായി ഇതൊരിക്കലും ചെയ്തില്ല എന്ന് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തു. ഞാൻ കൂടുതലായിട്ട് UAE-യിലേക്ക് അന്വേഷിച്ച് വലിയ പ്രയാസമൊന്നുമില്ല, കാനഡ പോലെ ഒന്നല്ല. അന്വേഷിച്ച് കണ്ടെത്തി കാനഡയിലുള്ള ആളുകളെ നമ്മൾ കുത്തിപ്പോക്കി. പിന്നെ അല്ലേ നമ്മുടെ റൂഹി ജാൻ പറഞ്ഞല്ലോ ഷംസുദ്ദീൻ അന്ന് മുങ്ങിയതാ, പിന്നെ കണ്ടിട്ട് പോലില്ലാന്ന്. അയാൾ നമ്മൾ പൊക്കിയില്ലേ, കാനഡയിൽ അവിടെ നടക്കുന്നു, കാനഡയിൽ നിന്ന് എന്നെ കോള് ചെയ്യുന്നു. അതാണ്. ഇനി നമുക്ക് റൂഹി ജാന്റെ നാടകം പൊളിക്കാം. 57ഓളം ഗൾഫ് പ്രോഗ്രാമുകളാണ് ബെൻസർ എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ളത്. അതിൽ ഒരുപാട് നടീനടന്മാർ വന്നിട്ടുണ്ട്. രേണുസുധിയുടെ പേരടക്കം പറയുന്നുണ്ട്. പക്ഷെ രേണുസുധിയെ നേരിട്ടിട്ടൊന്നും ബെൻസർ കൊണ്ടുവന്നിട്ടില്ല. അത് വേറൊരു കമ്പനിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അവിടെ നിന്നാണ് ബെൻസർ ഇവരെ കാണുന്നത്. ഓക്കെ, 57 ബെൻസർ ഷോ നടത്തി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് അയാൾ അവിടെ ഒരുപാട് പ്രോഗ്രാം നടത്തുന്നു, ബിസിനസ് ഉയർന്നു വരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിനോട് വൈരാഗ്യമുള്ള ആരോ കൊടുത്ത കൊട്ടേഷന്റെ പുറത്ത് റൂഹി ജാൻ കളിച്ച കളിയാണ് ഇതെന്നാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഇനി റൂഹി ജാനും ബെൻസറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ചോദിച്ചാൽ നേരിട്ടിട്ടും അല്ലാതെയും ഒരു കണക്ഷനും ഇല്ല. അതല്ലാതെ റൂഹി ജാന്റെ അനുജത്തിയായിട്ടുള്ള ഷംന കാസിമിനെ ഒരു പ്രോഗ്രാമിനുമായി ബന്ധപ്പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു. അതല്ലാതെ ഒരു ബന്ധവും ഇവർ തമ്മിലില്ല. അതിലൊന്നും റൂഹി ജാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പൊ ഇയാളുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ആരോ കൊടുത്തൊരു കൊട്ടേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ബാക്കി കേൾക്കാം. അപ്പൊ ഷംസുദ്ദീൻ ആരാണ്? എനിക്കറിയുന്ന ആളാണ്, എന്നെ പ്രപ്പോസ് ചെയ്ത ആളാണ്, എന്നെ മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് പ്രപ്പോസ് ചെയ്ത ആളെയാണ് ആര് കാണിച്ചിരുന്നത്? ഇപ്പൊ കാണിച്ചിരുന്നത് എനിക്ക്. ഓക്കെ, അപ്പൊ റിഫയെ കുറിച്ചിട്ട് നല്ല ധാരണയുള്ള ഒരാളായിരിക്കുമല്ലോ ആര്? ഷംസുദ്ദീൻ. ഷംസുദ്ദീന് വ്യക്തമായിട്ട് അറിയാമെന്നാ പറയും ആരാണ് കൊന്നത് എന്നുള്ളത്. ഷംസുദ്ദീൻ ഒരു നിഗൂഢമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഷംസുദ്ദീൻ ഇപ്പോഴും കാനഡയിലുണ്ട്, ഈ ചാച്ചിയും കാനഡയിലുണ്ട്. പക്ഷെ ഷംസുദ്ദീൻ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഈ റിഫേനൊന്നും കണ്ടിട്ട് പോലും ഇല്ല നിങ്ങളൊന്നും? അപ്പൊ ആ സ്ത്രീ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഓക്കെ. മെഹനുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മെഹനു എത്രക്കാരനാണെന്ന് വ്യക്തമായിട്ട് ഇതിനോടൊക്കെ അറിയാം. ഒരുപാട് കണ്ടു, ഒരുപാട് കേട്ടു. ഇനി മെഹനാസിനോട് സംസാരിച്ചിട്ട് നീ ആരാണ് എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നീ പറയുന്ന എല്ലാ വാക്കുകളും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ചേച്ചി പറയട്ടെ റൂഹി. അപ്പൊ ഞാൻ ദുബായില് ബോയ് ട്രെയിനിങ്ങിലും ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇവരവിടെ വർക്ക്ഔട്ടിന് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് എങ്ങനെ പരിചയം? ജിമ്മിൽ നിന്നാണ്. അത് ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ, കേൾക്കാം. എന്റെ ജിമ്മിലെ ട്രെയിനർ ആയിരുന്നു. അതൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ നല്ല ഫ്രണ്ടാണ്. അതെ അത് കറക്റ്റ് ആണ്. നമ്മൾ നല്ല ഫ്രണ്ടാണ്. പ്രപ്പോസ് ചെയ്തിനോ ഇല്ല എന്നുള്ളതൊക്കെ അവർക്കറിയാം, എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളതും. ഓക്കെ, അതൊക്കെ വിട്ടേക്ക്. അപ്പൊ ഈ മരണമായിട്ടുള്ള പല കാര്യങ്ങളും ഇയാള് മിണുങ്ങിട്ടാണ് സംസാരിക്കുന്നത്. അതായത് റൂഹി ജാനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് റൂഹി ജാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇയാൾ പറയുന്നത് അത് മിണുങ്ങുന്നു, മുഴുവൻ പറയുന്നില്ല. പേഴ്സണൽ കാര്യമാണെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും പേഴ്സണൽ ആണ്, അത് പറയാൻ കഴിയില്ല എന്നാണ് ആള് പറയുന്നത്. അയാളുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇയാൾക്കെതിരെ ദുബായിൽ കേസുണ്ട്, കേരളത്തിൽ കേസുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമായി കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. അതൊന്നും കൂടി തെളിവ് കിട്ടാനുണ്ട്, അതിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ റൂഹി ജാനെ പ്രപ്പോസ് ചെയ്തോ ഇല്ലേ എന്നുള്ള കാര്യം പറയാൻ ആള് തയ്യാറല്ല. ഇയാൾക്ക് ബെൻസറുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഴിയെ പറയാം. മരണമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സ്വപ്നത്തിലല്ല കാണുന്നത്. ഇവർ നേരിട്ട് ഈ പ്രേതം വന്നിട്ട് ഇവരുടെ ആത്മാവുമായിട്ട് നേരെ ഈ കൊലപാതകം നടക്കുന്ന റൂമിലേക്ക് ചെന്നത്രേ. അവിടെ വെച്ചിട്ട് നിങ്ങൾ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീയോട് റിഫ കാണിച്ചു കൊടുക്കുകയാണ്, ഇന്ന ആളുകളാണ് എന്നെ കൊന്നത്. കൊല്ലുന്നത് അതേപോലെ വീണ്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളിത് കണ്ടു നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ബെൻസീറിനെ കുറിച്ചിട്ടും റിഫയെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും അറിയാന്നാ പറയണത്. എന്നാ അതും കൂടി അങ്ങ് പറഞ്ഞുകൂടെ? എന്നാ എന്താ കൊന്നു എന്നും കൂടെ? റിഫയുടെ മാതാപിതാക്കൾ ദയവ് ചെയ്തിട്ട് ഈ സ്ത്രീക്കെതിരെ പരാതി കൊടുക്കണം കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയാണ്. നിങ്ങളെപ്പോലെ അവർ കരിവാരി തേക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ സ്മഗിൾ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നേ. മരണപ്പെട്ട ഒരാളുടെ സോള് വന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടെന്ന് അവരെ അറിയണം. അത്രേ പറയുന്നുള്ളൂ. എന്തായാലും ഷംസുദ്ദീൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ലേ? കേൾക്കണം നിങ്ങൾ. ഇയാളൊക്കെ ഒളിച്ചിരിക്കുകയാണ്, ഉള്ളിലാണ്, അങ്ങ് ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം കാനഡ US ബോർഡറിന്റെ അടുത്താണ് താമസിക്കുന്ന ആള്. നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളാണ്. നേരിട്ടിട്ട് ബെൻസർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന വ്യക്തിയെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വേറൊരു കണക്ഷൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയെ വളരെ മോശപ്പെട്ട രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ട് അവരെ ഉപദ്രവിച്ചതിന്റെ ഭാഗമായിട്ട് ഇയാളെ കേസും കാര്യങ്ങളൊക്കെ പെട്ടിട്ടുണ്ട്. അന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി സംസാരിച്ച ആളുകളിലും ആ സ്ത്രീക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയ ആളുകളിലും ബെൻസർ ഭായ് ഉണ്ട്. ഓക്കെ, എന്നാൽ ബെൻസറിനെ ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല.
ഈ ഒരു കാര്യം കൊണ്ട് ഇയാൾക്ക് ഒരു വൈരാഗ്യം ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ബെൻസറും ഇയാളും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല എന്ന കാര്യം കറക്റ്റാണ്. പക്ഷെ ഇയാൾ ചെയ്തൊരു ക്രൂരതയുടെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ആള് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഷംസുദ്ദീനെ രക്ഷപ്പെടുത്താൻ അയാളുടെ കഫീലും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായത് കൊണ്ട് ആള് സിമ്പിൾ ആയിട്ട് ഊരി, എന്തോ പിടിപാടിന്റെ പുറത്ത് ആൾ അവിടെ നിന്ന് ഊരി പോകുന്നു എന്നതാണ്. ബെൻസർ നേരിട്ട് ഒരു ബന്ധവുമില്ല, ബെൻസർ ഇയാളായിട്ട് ഒരു ശത്രുതയില്ല. പക്ഷെ ബെൻസറിനോട് ശത്രുത ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. ഇയാൾക്ക് ശത്രുത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. ഇയാൾ തന്നെയാണോ ഇത് ചെയ്യിച്ചതെന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ കാനഡയിൽ ഉണ്ട് ആള്, നമ്മുടെ റോഹിജാനും ഉണ്ട് അവിടെ, അതവിടെ കിടക്കട്ടെ. ബനീഷ മരണപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ബനീഷ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ബനീഷ് എന്താ പറയാ 2024 വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2023 മരിച്ചെന്ന് പറയുന്നത് അല്ല, ഈ കുട്ടി മരിച്ചത് ബനീഷാണ് എന്നോട് പറയുന്നത് മീൻസ് ഒരു ഷോക്കോട് കൂടിയിട്ട്. ടിക്ടോക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയും. ബനീഷക്ക് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ ജസ്റ്റ് സംസാരിച്ചതിൽ പറഞ്ഞതിൽ ഇയാളോടും പറഞ്ഞിട്ടുണ്ട്. ബനീഷ ആ കാര്യം പറയുന്നുണ്ട്. കാരണം മരണപ്പെട്ട ഒരാളെ കുറിച്ച്, അത്ര ഫേമസ് ആയ ഒരാളെ കുറിച്ചിട്ട് സ്വാഭാവികമായി പറയുമല്ലോ. പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ റിഫയെ കുറിച്ചിട്ട് ഇയാൾക്കൊന്നും അറിയില്ല എന്നാണ് ആള് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ബെൻസർ എന്ന് പറഞ്ഞ ആള് സ്മഗ്ലറാണ്, ഷംസുദ്ദീൻ ഒക്കെ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നത്. അല്ല, അങ്ങനൊക്കെ നമ്മളിപ്പോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് അത് തെളിയിക്കാന്നല്ല നമ്മളെ ഉത്തരവാദിത്തമല്ലല്ലോ, പറയുന്നവരെ റെസ്പോൺസിബിലിറ്റി അല്ലേ. പക്ഷെ ഇവിടെ കേരളത്തിൽ റിഫ മെഹനാസ് കേസ് ഭയങ്കര ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇവര് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ എല്ലാ ആൾക്കാരും തെരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ, അല്ല അത് ഞാനിപ്പോ പോലീസുകാരോട് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എന്തെങ്കിലും എന്റെ അടുത്ത് ചോദ്യം വരാണെങ്കിൽ എനിക്കറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാനെന്താ പറയാനാ. പോലീസുകാർ ചോദിക്കില്ല എന്ന് ഉറപ്പാ. കാരണം മരണപ്പെട്ടു പോയ ഒരാളുടെ ആത്മാവ് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്ത് കേസാണ്, എന്ത് സാധ്യതയുള്ളത്, ഒന്നുമില്ല. അപ്പൊ ധൈര്യമായിട്ടിരിക്കാം. പക്ഷെ ഷംസുദ്ദീനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡാറ്റയും പുറത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് കൊണ്ടുവരൊന്നുമില്ല, അത് അവസാനിപ്പിക്കുക, ഈ കേസ് നിർത്തി. കാരണം റുഹിജാൻ ആർക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ വാങ്ങിയതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. കുറെ ആളുകളുടെ പേര് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് കളിക്കുകയാണ്. ചില ആളുകൾ പറയുന്നുണ്ട് അത്ര ധൈര്യത്തോടു കൂടി ഒരാളൊന്നും ഇങ്ങനെ പറയോ, അതിലെന്തെങ്കിലും സത്യമില്ലേ എന്നൊക്കെ പറയുന്നത്. എന്തായാലും റമദാൻ മാസത്തിൽ നോമ്പും തോറ്റുകൊണ്ട് എന്നോട് ബെൻസർ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ശേഷമാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി റോഹിത് ചേച്ചി എന്തോ പറയുന്നുണ്ട്. ഷംസുദ്ദീന്റെ ഇത്രയും പ്രൂഫ് പോലും ഇല്ലാതെ എനിക്കിത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവനാണ് റിഫയുടെ കാര്യത്തിൽ മെയിൻ വിറ്റ്നസ്. ഷംസുദ്ദീനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് പറയണം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ പേര് ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഞാൻ എന്തായാലും നിർത്തി, എനിക്ക് ഇതിന് പിന്നാലെ നടക്കാം. കാരണം എന്താ വെച്ചാൽ ഇവർ സ്വപ്നത്തിൽ കണ്ട കഥയും പിന്നാലും പിടിച്ച് വാലും പിടിച്ച് പോകേണ്ട കാര്യം എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ബെൻസർ എന്ന് പറയുന്ന വ്യക്തിയെ ഇതിലൂടെ തകർക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് മനസ്സിലായി. അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ ഇമാതിരി ഉളത്തരം കാണിക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലായി. അതിനിടയിൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലായി. ഇയാൾക്കെതിരെ കേസും കാര്യങ്ങളും ഉണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഷംസുദ്ദീനെ കണ്ടിട്ട് കാലങ്ങളായി എന്ന് പറയുന്ന ഈ പറയുന്ന റൂഹി മാഡത്തിന്റെ അടുത്ത് തന്നെയാണ് കാനഡയിൽ ഇവർ താമസിക്കുന്നത്. ഏകദേശം അല്ല, രണ്ടുപേരും കാനഡയിലുണ്ട്. അന്ന് മുങ്ങിയതാന്നാ പറയുന്നത്. ഈ കാനഡയിലേക്ക് എത്താനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഇയാൾ ചെയ്തത് ദുബായിൽ നിന്നുകൊണ്ടാണ്. അയാൾ അവിടെ എത്തി മാന്യമായി ജീവിക്കുന്നതെന്നാ പറയുന്നത്. ഓക്കെ, അടിപൊളിയായി മുന്നോട്ട് പോട്ടെ, കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നു എന്നാ പറയുന്നത്. പക്ഷെ താങ്കളുടെ പേര് ഇതിനിടയ്ക്ക് ഇങ്ങനെ വലിച്ചെടുത്തുണ്ട്, റോഹിജാൻ എന്ന് പറയുന്ന സ്ത്രീ. അവരോട് നേരിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് പറയും ഈ പ്രഹസനം ഒന്ന് അവസാനിപ്പിക്കാൻ. കാരണം ജനുവനായ ഒരു കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെഹനാസ് എന്ന് പറയുന്ന ആ വ്യക്തി വൃത്തികെട്ട രീതിയിൽ ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്തതും അവരെ ഇല്ലായ്മ ചെയ്തതും അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന സമയത്താണ് ഈ മാതിരി ഊളത്തരായിട്ട് വരുന്നത്. എന്തായാലും ഈ വിഷയം അവസാനിക്കുന്നു. കാരണം ഇവരുടെ പരിപാടി ഇതിലൂടെ ഫണ്ട് തട്ടുക എന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കരിയർ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ആള് അതിൽ വരാനുണ്ട്. ഇപ്പോ ജംഷാദ് വന്നിട്ടില്ല, ആഷിഖ് വന്നിട്ടില്ല, അവരൊക്കെ പുറത്ത് വരുമെന്ന് എനിക്ക് അറിയില്ല. അവരെ ഒന്നും ഞാൻ കുറെ നോക്കി, കോണ്ടാക്ട് ചെയ്ത് നോക്കി, കിട്ടിയില്ല. ഇനി വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അതോടുകൂടി പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇവർ കാനഡയിലാണ് ഉള്ളത്. അവരെ ഏത് രീതിയിൽ പോലീസുകാർക്ക് സമീപിക്കാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ നിർത്തി. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. യഥാർത്ഥത്തിൽ റിഫ മെഹനാസ് കേസ് അത് വഴി തിരിച്ചു വിടാൻ ചെയ്യുന്ന കാര്യമല്ലേ? ഇപ്പൊ എല്ലാവരും ബെൻസറിന്റെ പിന്നാലല്ലേ പോകുന്നത്, ഷംസുദ്ദീന്റെ പിന്നാലല്ലേ പോകുന്നത്, ഈ സ്ത്രീയുടെ പിന്നാലല്ലേ പോകുന്നത്? യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളിപ്പോ മറന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇവിടെ റിഫയുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടതല്ലേ, അതൊക്കെ നിങ്ങൾ മറന്നുപോയില്ലേ? പടച്ചറബ് കാണുന്നുണ്ട് എന്നുള്ള ബോധം ഷംസുദ്ദീനും വേണം,
പിന്നെ റുഹിജാനും വേണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഖാദർ കരിപ്പൊടിയൊക്കെ റുഹിജാൻ വിളിച്ച സമയത്ത് പോയി പണി നോക്കുന്ന പറയുന്നത്. നിന്റെ ഈ മണ്ടത്തരം പൊട്ടത്തരം ഇവിടെ എഴുന്നള്ളിപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. വ്യക്തമായി അവർക്കത് കാര്യം മനസ്സിലായി. ഇവര് മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് കിടന്ന് തളയ്ക്കുന്നത് എന്നുള്ളത്. ആത്മാവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കേസ് അന്വേഷണം ഇനി മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ പരിതാപകരമായിരിക്കും. ഏതോ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ബെൻസർബായി തന്നെ പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടിയുമായി ഞാൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാന്നുള്ളത്. അത്ര തന്നെ എനിക്കും പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.